കഴിഞ്ഞ ഓഗസ്റ്റ് 15 നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നമുക്ക് ഫാസ്ടാഗിന് ഒരു ആനുവൽ പാസ് കൊണ്ടുവന്നിരുന്നു. ആനുവൽ പാസിൻ്റെ പ്രൈസ് വരുന്നത് 3000 രൂപയാണ്. ആ ഒരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 200 തവണ നമുക്ക് ടോൾ പ്ലാസ വഴി നമുക്ക് യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കും. വാലിഡിറ്റി വരുന്നത് 1 വർഷമാണ്. 1 വർഷത്തിനുള്ളിൽ നമുക്ക് 200 തവണ ടോൾ പ്ലാസ വഴി നമുക്ക് യാത്ര ചെയ്യാം. നോർമലി നമ്മൾ ഫാസ്ടാഗ് നമ്മൾ പ്രീപെയ്ഡ് വാലറ്റാണ്. അത് നമ്മൾ ഓരോ തവണയും ബാലൻസ് തീരുന്നതനുസരിച്ച് റീചാർജ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ഒരു ആനുവൽ പാസ് എടുത്തു കഴിഞ്ഞാൽ 3000 രൂപ നമ്മൾ ആ ഒരു പാസ് എടുക്കുന്ന സമയത്ത് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 200 തവണ ടോൾ പ്ലാസ വഴി നമുക്ക് യാത്ര ചെയ്യാം. 1 വർഷമാണ് വാലിഡിറ്റി വരുന്നത്. ഇതിനായിട്ട് പ്രത്യേകിച്ച് ഒരു ഫാസ്ടാഗോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ടതായിട്ടില്ല. നമ്മളുടെ നിലവിലുള്ള ഫാസ്ടാഗിൽ തന്നെ നമുക്കിത് ആക്ടിവേറ്റ് ചെയ്യാം. ആനുവൽ പാസ് എടുക്കുവാനായിട്ട് സാധിക്കും. ഇത് എവിടെ നിന്ന് എടുക്കുവാനായിട്ട് സാധിക്കും? ഇതുമായി ബന്ധപ്പെട്ട് കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ പലർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്യുന്നത്. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. നോർമൽ ഫാസ്ടാഗ് ആണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഫാസ്ടാഗ് നമ്മൾ പർച്ചേസ് ചെയ്യും. നമ്മളുടെ കാറിൻ്റെ വിൻഷീൽഡിൽ നമ്മൾ ഒട്ടിക്കും. അതൊരു പ്രീപെയ്ഡ് വാലറ്റാണ്. അത് നമ്മൾ റീചാർജ് ചെയ്ത് ഉപയോഗിക്കും. പക്ഷേ ഇവിടെ ഈ ഒരു ആനുവൽ പാസിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു സെയിം ഫാസ്ടാഗ് തന്നെ നമുക്ക് ആനുവൽ പാസ് എടുക്കുവാനായിട്ട് സാധിക്കും. ഈ ഒരു ആനുവൽ പാസ് ഉപയോഗിച്ച് നാഷണൽ ഹൈവേ വഴിയും അതുപോലെ തന്നെ നാഷണൽ എക്സ്പ്രസ് വേ വഴിയും യാത്ര ചെയ്യുമ്പോൾ ടോൾ പ്ലാസകൾ ഉണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് 200 തവണ നമുക്ക് 1 വർഷം നമുക്ക് യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് വേറെ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്കിപ്പോൾ നിലവിൽ ഈ ഒരു ഫാസ്ടാഗ് നമുക്ക് പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കാം. ഈ രീതിയിൽ ടോൾ പ്ലാസകളിൽ മാത്രമല്ല, നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ പാർക്കിങ്ങിന് വേണ്ടിയൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഈ ഒരു ഫാസ്ടാഗ് വാലറ്റിലെ എമൗണ്ട് അവർ അത് റീഡ് ചെയ്തെടുക്കാറുണ്ട്. അങ്ങനെ പല ആവശ്യങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ നമ്മളുടെ നോർമൽ ഫാസ്ടാഗ് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ആനുവൽ പാസ് എടുത്തു കഴിഞ്ഞാൽ ആനുവൽ പാസ് ഈ പറഞ്ഞ വേറെ കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ആനുവൽ പാസ് നമുക്ക് 200 തവണ നാഷണൽ എക്സ്പ്രസ് വേ വഴി അല്ലെങ്കിൽ നാഷണൽ ഹൈവേ വഴി യാത്ര ചെയ്യുമ്പോൾ ടോൾ പ്ലാസകളിൽ മാത്രം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അണ്ടറിൽ അല്ലാത്ത ടോൾ പ്ലാസകളിലൊന്നും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും ഈ ഒരു ഫാസ്ടാഗിലെ ഈ ഒരു ആനുവൽ പാസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അതിന് നമ്മൾ സെപ്പറേറ്റ് വാലറ്റ് ബാലൻസ് കീപ്പ് ചെയ്യണം. സ്ഥിരമായിട്ട് നാഷണൽ ഹൈവേ അല്ലെങ്കിൽ നാഷണൽ എക്സ്പ്രസ് വേ വഴി യാത്ര ചെയ്യുന്നവർക്കാണ് ഈ ഒരു ആനുവൽ പാസ് യൂസ്ഫുൾ ആയിട്ട് മാറുക. അല്ലാതെ പ്രത്യേകിച്ച് ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഇത് യൂസ്ഫുൾ ആയിട്ട് മാറില്ല. സ്ഥിരമായിട്ട് ഇപ്പോൾ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അപ്പ് ആൻഡ് ഡൗൺ 90 രൂപ ചാർജ് വരുന്ന ഒരു ടോൾ പ്ലാസ വഴി 200 തവണ 1 വർഷം യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു വ്യക്തി 1 വർഷം സ്പെൻഡ് ചെയ്യേണ്ടി വരിക നോർമൽ കേസിൽ 9000 രൂപയാണ്. പക്ഷേ ആനുവൽ പാസ് ഉണ്ടെങ്കിൽ നമുക്ക് വെറും 3000 രൂപ കൊടുത്താൽ മതിയാക്കും 200 തവണ ഈ പറഞ്ഞ രീതിയിൽ ആ ഒരു സെയിം ടോൾ പ്ലാസ വഴി യാത്ര ചെയ്യാനായിട്ട്. പക്ഷേ വാലിഡിറ്റി വരുന്ന 1 വർഷമാണ്. നിങ്ങൾ ഈ ഒരു പാസ് എടുത്തതിന് ശേഷം അധികം യാത്രയൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യം വന്നില്ല എന്നുണ്ടെങ്കിൽ അത് വേസ്റ്റായി പോകും. കാരണം 1 വർഷം കഴിയുവാൻ നേരത്ത് അത് നോർമൽ ഫാസ്ടാഗിലേക്ക് മാറും. അപ്പോൾ അതുകൊണ്ട് സ്ഥിരമായിട്ട് ഇപ്പോൾ യാത്ര ചെയ്യുന്നവർക്കാണ് ഇത് കൂടുതൽ പ്രയോജനകരമായിട്ട് മാറുക. 1 വർഷം നിങ്ങൾ 200 തവണ യാത്ര ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ ഒരു ഫാസ്ടാഗ് ഈ ഒരു ആനുവൽ പാസ് എഴുതി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇനി ഈ ഒരു ഫാസ്ടാഗിൻ്റെ ആനുവൽ പാസുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഒന്നാമതൊരു ഡൗട്ടാണ് ഇതിന് പ്രത്യേകിച്ച് ഒരു ഫാസ്ടാഗ് എടുക്കണോ എന്നുള്ളത്. പ്രത്യേകിച്ച് ഫാസ്ടാഗ് കാര്യങ്ങളൊന്നും എടുക്കേണ്ട. നിങ്ങളുടെ നോർമൽ ഇപ്പോൾ നിലവിലുള്ള ഫാസ്ടാഗിലേക്ക് തന്നെ ഈ ഒരു ആനുവൽ പാസ് എടുക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ നിലവിലുള്ള ഫാസ്ടാഗ് ആക്റ്റീവ് ആയിരിക്കണം. പിന്നെ ഒരു ഫാസ്ടാഗ് ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടിരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ആ ഒരു ഫാസ്ടാഗ് നിങ്ങളുടെ വെഹിക്കിൾ നമ്പറുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം. നിങ്ങളുടെ വാഹനത്തിൻ്റെ ചേസിസ് നമ്പറുമായിട്ടൊക്കെ ലിങ്ക്ഡ് ആണെങ്കിൽ അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. വെഹിക്കിൾ നമ്പറുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ളൊരു ഫാസ്ടാഗാണ് നമുക്ക് ആനുവൽ പാസ് എടുക്കാനായിട്ട് ഉപയോഗിക്കാനായി കഴിയുക. അതേപോലെ തന്നെ എല്ലാത്തരം വെഹിക്കിൾസിനും ഈ ഒരു ആനുവൽ പാസ് എടുക്കാനായിട്ട് സാധിക്കില്ല. കൊമേഴ്ഷ്യൽ വാഹനങ്ങളാണെങ്കിൽ ആനുവൽ പാസ് എടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ എടുത്തു കഴിഞ്ഞാൽ അത് കണ്ടെത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഡീആക്ടിവേറ്റ് ചെയ്യപ്പെടും. നമ്മളുടെ നോർമൽ പ്രൈവറ്റ് കാർ അതുപോലെ തന്നെ ജീപ്പ് അല്ലെങ്കിൽ വാൻ എന്നിവക്കാണ് ഈ ഒരു ആനുവൽ പാസ് എടുക്കാനായിട്ട് സാധിക്കുക. അതേപോലെ തന്നെ ഈ ഒരു ആനുവൽ പാസ് എടുത്ത ശേഷം ആ ഒരു ഫാസ്ടാഗ് ട്രാൻസ്ഫർ ചെയ്യാനൊന്നും സാധിക്കില്ല. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഫാസ്ടാഗ് ഡീആക്ടിവേറ്റ് ചെയ്യപ്പെടും. ഇനി ഫാസ്ടാഗ് എടുത്തിട്ട് 1 വർഷം കഴിഞ്ഞില്ലെങ്കിൽ 200 തവണ നമ്മൾ യാത്ര ചെയ്തു, അപ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെ ആ ഒരു ക്രൈറ്റീരിയ എത്തിക്കഴിയുമ്പോൾ, അതായത് 1 വർഷം കഴിഞ്ഞു അല്ലെങ്കിൽ 200 ടൈംസ് നമ്മൾ ആ ഒരു ഫാസ്ടാഗ് ഉപയോഗിച്ച് ട്രാവൽ ചെയ്ത് കഴിഞ്ഞു, ആ ഒരു സിറ്റുവേഷൻ വരുവാൻ നേരത്തെ അത് നോർമൽ ഫാസ്ടാഗിലേക്ക് മാറും. പിന്നെ നമ്മൾ ആ ഒരു ഫാസ്ടാഗ് നോർമലി നമ്മൾ ചാർജ് ചെയ്യുന്ന പോലെ പ്രീപെയ്ഡ് വാലറ്റിലേക്ക് നമ്മൾ ഫണ്ട് ലോഡ് ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ എഗെയിൻ വീണ്ടും 1 വർഷത്തേക്ക് കൂടി ആനുവൽ പാസ് പർച്ചേസ് ചെയ്യണം. പിന്നെ അലർട്ടും കാര്യങ്ങളൊക്കെ വരുമോ എന്ന് പലർക്കും ഡൗട്ടുണ്ട്. നമ്മളിപ്പോൾ നോർമലി നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ ഫാസ്ടാഗിലെ ഫണ്ട് ഉപയോഗിക്കുമ്പോൾ
ആണെങ്കിൽ അലർട്ട് വരും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് സെയിം രീതിയിൽ നമുക്ക് അലർട്ടും കാര്യങ്ങളൊക്കെ വരും. ഇതിനായിട്ട് ഇപ്പോൾ ഈ ഒരു ഫാസ്ടാഗ് പർച്ചേസ് ചെയ്യാനും അതിൻ്റെ ബാലൻസും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനും നമുക്ക് രാജ്മാർഗ് യാത്ര എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അപ്പോൾ ആ ഒരു ആപ്പിൽ നമുക്ക് മാനേജ് ചെയ്യാം, അലർട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ ഉള്ള ഒരു ഡൗട്ട് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കിപ്പോൾ നിലവിൽ ഫാസ്ടാഗിൻ്റെ വാലറ്റിൽ ഫണ്ടുണ്ട്, അത് ഉപയോഗിച്ച് ആനുവൽ പാസ് എടുക്കാൻ സാധിക്കുമോ എന്നാണ്. അങ്ങനെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ മറ്റു പേയ്മെൻറ്റ് മെത്തേഡ് ഉപയോഗിച്ച് 3000 രൂപ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ നിലവിൽ ഫാസ്ടാഗിലുള്ള എമൗണ്ട് ഉപയോഗിച്ച് നമുക്കത് ആനുവൽ പാസ് എടുക്കാനായിട്ട് സാധിക്കില്ല. ഇനി എങ്ങനെ ഒരു ഫാസ്ടാഗിൻ്റെ ആനുവൽ പാസ് എടുക്കും? ഒന്നെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് വഴി എടുക്കാം. പക്ഷേ വെബ്സൈറ്റിൽ ഞാൻ പോയിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടില്ല. പക്ഷേ നമുക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു രാജ്മാർഗ് യാത്ര എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. നമ്മുടെ വെഹിക്കിളിൻ്റെ ഫാസ്ടാഗ് മാനേജ് ചെയ്യാനും ഇപ്പോൾ നാഷണൽ ഹൈവേ വഴിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനും, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഫാസ്ടാഗ് മാനേജ് ചെയ്യാനും, അതേപോലെ തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എവിടെയൊക്കെ ടോൾ പ്ലാസ ഉണ്ട്, എത്ര രൂപ ടോൾ നൽകേണ്ടി വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ ഈ ഒരു രാജ്മാർഗ് യാത്ര ആപ്പ് നമുക്ക് ഉപയോഗിക്കാം. സോ ഈ ഒരു ആപ്പ് വഴി എങ്ങനെയാണ് ഈ ഒരു ആനുവൽ പാസ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ രാജ്മാർഗ് യാത്ര എന്ന് പറഞ്ഞ ആപ്പ്. ഈ ഒരു ആപ്പ് നമുക്ക് ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്തു. ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുന്ന നേരത്ത് നമ്മളുടെ ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഒരു ആപ്പിലേക്ക് ലോഗിൻ ചെയ്യണം. നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്ത് നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനായിട്ട് പറയാം. നമുക്ക് മലയാളമൊക്കെ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് വേണ്ട ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഹോം പേജിൽ തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെയാണ് നമുക്ക് ആനുവൽ ടോൾ പാസ്. അപ്പോൾ ടോൾ എടുക്കാനായിട്ട് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യും. ഒരു പാസ് എടുത്താൽ മതി. നമുക്ക് 1 ഇയർ വാലിഡിറ്റി എന്ന് വരുന്നത് 200 തവണ നമുക്ക് ടോൾ ക്രോസ് ചെയ്യാം. 3000 രൂപയാണ് 1 ടൈം ഫ്രീ വരുന്നത്. ഈസി ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും. എലിജിബിലിറ്റി വരുന്നത് കാർ, ജീപ്പ്, വാൻ, കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആകാൻ പാടില്ല, പ്രൈവറ്റ് വെഹിക്കിൾ ആയിരിക്കണം. പിന്നെ നിലവിലുള്ള ഫാസ്ടാഗ് ബ്ലാക്ക് ലിസ്റ്റിലാവാൻ പാടില്ല, അതുപോലെ തന്നെ ഹോട്ട് ലിസ്റ്റഡ് ആകാൻ പാടില്ല, ഈ നോട്ടീസിൻ്റെ അണ്ടറിലുണ്ടാവാൻ പാടില്ല. ബിഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന വിൻഡോയിൽ നമ്മളുടെ വെഹിക്കിൾ നമ്പർ എൻ്റർ ചെയ്യുക. സോ ഒരു കാര്യം ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങളുടെ വെഹിക്കിളിൽ ഇപ്പോൾ നിലവിലൊരു ഫാസ്ടാഗ് ഉണ്ടായിരിക്കണം, നിങ്ങളുടെ വെഹിക്കിൾ നമ്പറുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം. സോ കാർ നമ്പർ എൻ്റർ ചെയ്യുക. സോ നമ്മുടെ വെഹിക്കിൾ നമ്പർ എൻ്റർ ചെയ്ത് കഴിയുന്ന നേരത്ത് നമ്മുടെ ആ ഒരു വെഹിക്കിൾ എലിജിബിൾ ആണോ അല്ലയോ എന്ന് കാണിക്കും. ഇപ്പോൾ വെഹിക്കിൾ എലിജിബിൾ ആണെങ്കിൽ എലിജിബിൾ ആണെന്ന് മുകളിൽ കാണിക്കും, അല്ലെങ്കിൽ നോട്ട് എലിജിബിൾ കാണിക്കും. ഇപ്പോൾ ഇത് എലിജിബിൾ ആണ്. ഇപ്പോൾ നിലവിൽ അതിൻ്റെ വെഹിക്കിൾ നമ്പർ, അതുപോലെ തന്നെ ഫാസ്ടാഗ് ID കാണിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലെ ഫാസ്ടാഗ് ഏത് ബാങ്കിൻ്റെയാണെന്ന് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യും. അതിനുശേഷം താഴെയായിട്ട് നമുക്ക് പ്രൊസീഡ് ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു OTP വെരിഫിക്കേഷൻ ആണ്. ഒന്നെങ്കിൽ നമ്മൾ ഈ ഒരു ആപ്പിലേക്ക് നമ്മൾ സൈനപ്പ് ചെയ്യേണ്ട ഒരു മൊബൈൽ നമ്പർ കൊടുത്തു, ആ ഒരു സെയിം നമ്പറിലേക്ക് OTP വരും. അല്ലെങ്കിൽ ഡിഫറെൻറ്റ് നമ്പർ യൂസ് ചെയ്യണമെങ്കിൽ വേറെ നമ്പർ യൂസ് ചെയ്യാം. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ പേയ്മെൻറ്റിന് മുമ്പായിട്ട് നമുക്ക് ഒരു ഫാസ്ടാഗിൻ്റെ ഒരു ഇമേജും കാര്യങ്ങളൊക്കെ വരും. ഫാസ്ടാഗ് ഏത് ബാങ്കിൻ്റെ എന്നതിനകത്ത് ഉണ്ടാകും, എത്ര ക്രോസിങ്, ഇപ്പോൾ 200 ക്രോസിംഗ് ആണുള്ളത്, ആക്റ്റീവ് ഫ്രം, അതുപോലെ തന്നെ സ്റ്റാറ്റസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇവിടെ ഒരു എഗ്രി ബട്ടൺ കാണും, അത് ക്ലിക്ക് ചെയ്യുക. ടോട്ടൽ പേയബിൾ ഫീസ് എന്ന് പറയുന്നത് 3000 രൂപയാണ്. പ്രൊസീഡ് ടു പേയ്മെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പേയ്മെൻറ്റ് ഓപ്ഷനിൽ നമുക്ക് UPI ഉണ്ട്, അതുപോലെ തന്നെ കാർഡ് ഓപ്ഷൻ, നെറ്റ് ബാങ്കിങ് ഉണ്ട്. നോർമലി ഉള്ള എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ്. 3000 പ്ലസ് ഫീസ് എന്ന് കാണിക്കുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ 3000 രൂപ തന്നെയാണ്, പ്രത്യേകിച്ച് എക്സ്ട്രാ ഫീസ് ഒന്നും വരുന്നില്ല. സോ ഇങ്ങനെ 3000 രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നിലവിൽ ഇപ്പോൾ ഉള്ള ഫാസ്ടാഗിൽ തന്നെ ഒരു ആനുവൽ പാസ് ആക്ടിവേറ്റ് ചെയ്യപ്പെടും. ഇതിപ്പോൾ ജസ്റ്റ് ഞാനൊരു വീഡിയോക്ക് വേണ്ടി എടുത്തതാണ്, അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് ചെയ്തില്ല, അതുകൊണ്ടാണ് ഇവിടെ ആക്ടിവേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ കാണിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ എത്ര ക്രോസിങ്ങിന് ഇപ്പോൾ നിലവിലുണ്ട് ആ കാര്യങ്ങളൊക്കെ അറിയാം, വാലിഡിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാം. പിന്നെ എലിജിബിൾ ടോൾ പ്ലാസ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എലിജിബിൾ ടോൾ പ്ലാസകൾ നമുക്ക് ഒരു മാപ്പിലായിട്ട് വരും. അപ്പോൾ ഈ ടോൾ പ്ലാസകളിലൊക്കെ ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ ഈ ഒരു പാസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെ ഈ ഒരു ഓപ്ഷൻ വഴി രാജ്യത്ത് ഏതൊക്കെ ടോളിൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്ന് ഇവിടെ നമുക്ക് ഈ ഒരു മാപ്പിൽ തന്നെ അറിയാം. അല്ലെങ്കിൽ നമുക്ക് മുകളിൽ സെർച്ച് ചെയ്ത് ഒരു പർട്ടിക്കുലർ ടോൾ പ്ലാസയിൽ ഇത് എലിജിബിൾ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഈ ഒരു ആപ്പിൽ വേറെയും കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ബൈ ആൻഡ് റീചാർജ്, ഇവിടെ നമുക്കിപ്പോൾ നിലവിലുള്ള നമ്മളുടെ ഫാസ്ടാഗിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ അറിയാം. ഇവിടെ വെഹിക്കിൾ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ നിലവിലുള്ള ഫാസ്ടാഗിൻ്റെ സ്റ്റാറ്റസ് അറിയാം. നമ്മൾ ആ ഒരു വെഹിക്കിൾ നമ്പറിൻ്റെ അണ്ടറിൽ എത്ര ഫാസ്ടാഗ് എടുത്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ സ്റ്റാറ്റസ് അറിയാം, എപ്പോഴാണ് എടുത്തത്. അതേപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് റീചാർജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതുവഴി നമുക്ക് റീചാർജ് ചെയ്യുകയും ചെയ്യാം. റെസ്റ്റോറൻറ്റുകൾ അറിയാം, അതുപോലെ തന്നെ പബ്ലിക് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ എവിടേക്കുണ്ടെന്ന് അറിയാം. അതുപോലെ ഫ്യൂവൽ സ്റ്റേഷൻ അറിയാം, ചാർജിങ് സ്റ്റേഷൻ അറിയാം, ഹോസ്പിറ്റൽസ്, ATMs, പോലീസ് സ്റ്റേഷൻ, റിപ്പയർ ഷോപ്സ്, ടൂറിസ്റ്റ് പ്ലേസസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാം. പിന്നെ ഇപ്പോൾ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്തുള്ള ടോൾ സ്റ്റേഷൻ, അവിടെ ടോയ്ലറ്റ്, അതിൻ്റെ ഇമേജും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അതുപോലെ തന്നെ അതിൻ്റെ ഒരു റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറിയാം. ഇവിടെ നമുക്ക് ഇപ്പോൾ പാലിയേക്കര ക്ലീൻ,
പന്യങ്കര ക്ലീൻ, അങ്ങനെ നമുക്ക് ആ ടോയ്ലറ്റിൻ്റെ ഇമേജും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ലാസ്റ്റ് ക്ലീൻ ചെയ്ത ഡേറ്റ്, ടൈം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ അറിയാനായിട്ട് സാധിക്കും. അണ്ടർ പ്രോസസ് ആണെങ്കിൽ അണ്ടർ പ്രോസസ്സ്. പിന്നെ നോ യുവർ ഹൈവേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റിലെയും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന റോഡുകൾ, ടോൾ പ്ലാസയുടെ റേറ്റ് വരുന്നത്, ആ ഒരു റോഡിൻ്റെ ലെങ്ത്, ഓരോ ടൈപ്പ് ഓഫ് വെഹിക്കിൾസിൻ്റെയും റേറ്റ്, പിന്നെ നമുക്ക് എമർജൻസി സർവീസസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ഒരു ഓപ്ഷൻ വഴി അറിയാം. നെക്സ്റ്റ് നമുക്ക് റൂട്ട് പ്ലാനർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ലൊക്കേഷൻ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ കൊച്ചി ഓടിക്കുകയാണ്, എൻഡ് ലൊക്കേഷൻ ഞാനിപ്പോൾ മുംബൈ ഓടിക്കുകയാണ്. അപ്പോൾ കാറാണെങ്കിൽ കാറ് സെലക്ട് ചെയ്യുക, ദെൻ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ട്രിപ്പ് റൂട്ട് അനുസരിച്ച് നമുക്ക് റൂട്ട് അവർ കാണിക്കും. ആ ഒരു റൂട്ടിൽ എവിടെയൊക്കെ ടോൾ വരുന്നുണ്ട്, ആ ടോൾ പ്ലാസയുടെയൊക്കെ ഇൻഫർമേഷൻ, മൊത്തം എത്ര കിലോമീറ്ററാണ് വരുന്നത്, ട്രാവൽ ടൈം, ആ മൊത്തം അത്രയും കിലോമീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ ആ റൂട്ടിൽ എത്ര രൂപയാണ് ടോളായിട്ട് വരുന്നത്, ടോൾ ട്രിപ്പ് ഡിസ്റ്റൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. ഓരോ ടോൾ പ്ലാസയിലെയും ടോൾ എമൗണ്ട് നമുക്ക് ഇവിടെ അറിയാനായിട്ട് സാധിക്കും. ഈ ഒരു റൂട്ടിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആനുവൽ പാസ് ഉണ്ടെങ്കിൽ ആക്ച്വലി എത്ര രൂപ വരും നോക്കാം. ആനുവൽ പാസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന ടോൾ പ്ലാസയിൽ നമുക്ക് ചാർജ് കൊടുക്കേണ്ട. അപ്പോൾ അതൊക്കെ വെട്ടിയിട്ട് ബാക്കി വേറെ കുറച്ച് ടോൾസ് ഉണ്ട്. അപ്പോൾ അതിന് ഒരു 300 രൂപ മാത്രം നമ്മൾ ഈ ഒരു റൂട്ടിൽ ട്രാവൽ ചെയ്യുമ്പോൾ പേ ചെയ്യേണ്ടതായിട്ട് വരികയുള്ളൂ. സോ ഈ രീതിയിൽ നമുക്കൊരു രാജ്മാർഗ് യാത്രാ ആപ്പ് ഉപയോഗിച്ച് ടോൾ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. പിന്നെ താഴെയായിട്ട് ഒരു വെതർ അറിയാം, എമർജൻസി കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു ഓപ്ഷനുണ്ട്. പിന്നെ നാഷണൽ ഹൈവേയിൽ എന്തെങ്കിലും ഇഷ്യൂവും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതിനും നമുക്ക് ഈ ഒരു ആപ്പ് വഴി റിപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ ടോയ്ലറ്റിൽ ക്ലീൻ അല്ലെങ്കിൽ നമുക്ക് അതും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി